അതായത് ഇപ്പൊ LGBT എന്ന് പറയുന്നതുണ്ട്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, അതെല്ലാം ശരിക്കും സെക്ഷൽ ഇതായിട്ട് തന്നെയാണ് അത്. അതൊന്നും വലിയ പിന്നെ ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നം വരുന്നില്ലല്ലോ. അതിൽ റിലേഷൻ വളർന്നിട്ട് വേറൊരു അവിഹിതമായിട്ട് വരുന്നില്ലല്ലോ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, ചിലപ്പോൾ അവൾക്ക് ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ പെണ്ണുങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു അവിഹിതമോ അല്ലെങ്കിൽ അവർക്കൊരു ഹാനികരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. അല്ല, അത് ശരിയും തെറ്റും ഞാൻ പറഞ്ഞാൽ നമ്മൾ നോക്കില്ല. എന്നാലും അത് ശരിക്കും ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പുരുഷനും അത് പണ്ട് പുരുഷനും ചെയ്യുന്നതിനെ പറ്റി, സ്ത്രീ ചെയ്യുന്നതിനെ പറ്റി ഞാൻ അതിനെ അത് കാരണം അവരുടെ ഈ ലൈംഗികത എവിടെയെങ്കിലും അവർ തീർക്കണമല്ലോ. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ചെയ്യുമ്പോഴാണ് അവർക്ക് പല രീതിയിലുള്ള അവരുടെ സ്പോയിലാകുന്നത്, അവരുടെ വജേന സ്പോയിലാകുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശരീരം ഫുള്ള് നശിപ്പിക്കുകയാണ്. ഒരു സ്ത്രീയും തമ്മിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് വെർജിനിറ്റി. അല്ലാതെ അവർക്ക് ഫോർ പ്ലേയിൽ കൂടാണ് അവർക്ക് ആ രതിമൂർച്ച വരുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പൊ ശരിക്കും സ്ത്രീയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ അതെങ്ങനെ നമ്മളപ്പോ നിർവചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും തമ്മിൽ സ്നേഹിച്ച് ലെസ്ബിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിന് മുമ്പിൽ എല്ലാം കാണിച്ചല്ല ചെയ്യുന്നത്. ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുമ്പോൾ അവർക്കൊരു വികാരം ഉണ്ടായിട്ട് അവർ ചിലപ്പോൾ അവരുടെ ബ്രസ്റ്റ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റ് സക്ക് ചെയ്യുമ്പോഴോ അവർക്കൊരു രതിമൂർച്ചയായി പോകുന്നുണ്ടാകുന്നെങ്കിലും അവർക്ക് ബാഹ്യഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അത് അവർ അനുഭവിക്കണ്ടേ ശരിക്കും പറഞ്ഞു? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അതൊക്കെ ഒരു ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അത് ചികിത്സിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അല്ലത്. ചിലപ്പോൾ ലെസ്ബിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്കല്ലേ. ഇപ്പം ആമ്പിള്ളേർ തമ്മിൽ ചെയ്യുന്നുണ്ട്. അവര് എന്തെങ്കിലും രീതിയിൽ അവരുടെ ലൈംഗികതയെ കുറയ്ക്കണ്ടേ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ 2 ദിവസം നിങ്ങൾക്കിപ്പോൾ കിടന്നുറങ്ങാൻ പറ്റും, 3-ാമത്തെ ദിവസം നിങ്ങൾ പോലും അറിയാതായിരിക്കും നിങ്ങളുടെ സാധനം എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്കത് എന്തെങ്കിലും ചെയ്യണ്ടേ. ചിലപ്പോൾ ചെക്കന്മാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പഠനം ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ലോകത്ത് ഓരോന്ന് മറിയുന്ന ഓരോ സംഭവങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ മാഡത്തിന്റെ ഒരു സ്റ്റോറി കണ്ടതാണ്, ഇപ്പൊ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന മാഡം ഗൗരി മാഡം. ആ ഒരു കോംബോ എന്തായിരുന്നു? അത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഞങ്ങള് സെക്സിന്റെ പാട്ട് സംസാരിക്കുന്നത് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെക്സ് എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ ശരീരത്തുണ്ടാകുന്ന ഏതൊക്കെ ഹോട്ട് പോയിന്റ്സ്, എവിടൊക്കെ തൊട്ടാൽ എന്തൊക്കെ വികാരം ഉണ്ടാവും, അതിനെപ്പറ്റി സംസാരിച്ചാണ് ആ ടോപ്പിക്കെല്ലാം. എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും? തീർച്ചയായിട്ടും. പെണ്ണുങ്ങൾക്കൊക്കെ ഓരോ പാട്ടുകളുണ്ട്, അവർക്ക് ഓരോ ഇതുള്ളത്, സുഖമുള്ള. എല്ലാവർക്കും ഓരോ പാട്ടുകളുണ്ട്. എല്ലാവർക്കും ഇപ്പം എനിക്കുള്ള ഭാഗങ്ങളിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ തുടങ്ങും, അതാ പറഞ്ഞത്. എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാ സാധനവും ഉള്ളത്. പക്ഷെ അത് തൊടുന്നതിലുള്ള വ്യത്യസ്തതയാണ് ഓരോരുത്തരുടെ സുഖം എന്ന് പറയുന്നത്. അതില് ബാക്കിയുള്ളതല്ല. ഇപ്പൊ നമ്മളൊരു പൂവ് കണ്ടു, ആ പൂവ് ചെന്ന് നമുക്ക് പറിക്കണം, മണപ്പിക്കണം, അതിന്റെ മണം എന്തോന്ന് നമുക്ക് അറിയണം. അത് നിങ്ങൾ പോയി ആ പൂവെ പിടിക്കുന്നതും ആ പൂവ് എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നതും ആ പൂവ് എങ്ങനെയാണ് നിങ്ങൾ മണപ്പിക്കുന്നതും ആ പൂവിന്റെ മണം എന്താന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ ഏത് രീതിയിലാണോ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ഓപ്പോസിറ്റ് അവിടെ നിന്നുള്ള ഒരു റിയാക്ഷനും. അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഞാനതാണ് പറഞ്ഞു വരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പങ്കാളിയെ നമ്മൾ മാക്സിമം നല്ല പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുപോവുക. വലിയ തെറ്റുകളിലൊന്നും ചെല്ലാതിരിക്കുക. പിന്നെ നല്ല വഴിയെ നടക്കുക, നല്ലത് ചിന്തിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് നന്ദി. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും ഇത് ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും. തീർച്ചയായിട്ടും. ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.